നമസ്കാരം. സന്ധ്യാദീപം ആരംഭിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 പരിസ്ഥിതിയെ മാറ്റിയ ശേഷം മനഃശാന്തി നേടാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. ഒരു രാജാവിന് ചെരുപ്പിടുന്നത് ഇഷ്ടമല്ല. ഒരിക്കൽ മുള്ളുകൊണ്ട് കാലിൽ നല്ലൊരു മുറിവുണ്ടായി. രാജ്യം മുഴുവൻ പരവതാനി വിരിക്കാൻ രാജാവ് ഉത്തരവിട്ടു. അപ്പോൾ മന്ത്രി രാജാവിനെ ഉപദേശിച്ചു. എന്തുമാത്രം ചിലവും അസാധ്യവുമായ കാര്യമാണ് രാജ്യം മുഴുവൻ പരവതാനി വിരിക്കുന്നത്. അതിനേക്കാൾ എത്രയോ നല്ലതാണ് അങ്ങ് കാലിൽ ചെരുപ്പണിയുന്നത്. മന്ത്രിയുടെ ഉപദേശം ശരിയാണെന്ന് രാജാവിന് മനസ്സിലായി. അദ്ദേഹം തൻ്റെ മനസ്ഥിതി മാറ്റി. രാജാവിന് കല്ലിലും മുള്ളിലും ചവിട്ടി നടക്കാമെന്നായി. രാജ്യത്തെ സമ്പത്തും നഷ്ടപ്പെട്ടില്ല. ഗുരുക്കന്മാർ ഗഹനമായ ഉപദേശങ്ങൾ പോലും ഏകാന്തതയിലല്ല ശിഷ്യർക്ക് കൊടുത്തിരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് ഏകാന്തമായി വനത്തിനുള്ളിലോ മലയുടെ മുകളിലോ അല്ല, യുദ്ധകളത്തിലാണ്. പരിസ്ഥിതിയല്ല, നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയാണ് പ്രധാനം. ഏത് സാഹചര്യത്തിലും മനസ്സിനെ നിശബ്ദമാക്കാൻ ശീലിക്കണം. സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് ഈശ്വര ആരാധനയും മറ്റ് ആധ്യാത്മിക വിഷയങ്ങളും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നത് തിരമാലകൾ അടങ്ങിയിട്ട് കടലിലിറങ്ങാമെന്ന് കരുതും പോലെയാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലുമോർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതുമേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്കിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. അടുത്തതായി രാമായണ ദർശനം. നിശാകര മഹർഷിയുടെ അനുഗ്രഹം ഫലിച്ചു. സീതാദേവിയുടെ വിവരം വാനരന്മാരോട് പറഞ്ഞപ്പോഴേക്കും സൂര്യതാപത്താൽ കരിഞ്ഞുപോയ സമ്പാദിയുടെ ചിറകുകൾ മുളച്ചു. രാമനാമം കൊണ്ട് സംസാരസാഗരം നീന്തിക്കടക്കാൻ കഴിയുമെന്നിരിക്കെ കടൽ കടക്കാൻ വാനരന്മാർക്ക് അനായാസേന കഴിയുമെന്ന് സമ്പാദി പറഞ്ഞു. തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച കൃതാർത്ഥതയോടെ സമ്പാദി പറന്നുപോയി. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. പണ്ട് നിശാകര മഹർഷി തനിക്ക് തന്ന ഉപദേശത്തെ ഓർമ്മിച്ച്
വാനരന്മാരോട് പങ്കുവെച്ചു സമ്പാദി. സീതാന്വേഷണത്തിന് സഹായം ചെയ്യുന്ന പക്ഷം തൻ്റെ കരിഞ്ഞുപോയ ചിറകുകൾ മുളയ്ക്കും എന്ന് മഹർഷി അനുഗ്രഹിച്ചതും പറഞ്ഞു. വാൽമീകീയ രാമായണമനുസരിച്ച് ചിറകുകൾ കരിഞ്ഞ സന്ദർഭം കഴിഞ്ഞ് 8000 വർഷങ്ങൾക്ക് ശേഷമാണ് വാനരന്മാരുമായിട്ട് സമ്പാദി കണ്ടുമുട്ടുന്നത്. അതിൽ തന്നെ 100-ലധികം വർഷങ്ങളായിട്ട് അവരെ പ്രതീക്ഷിച്ചിരുന്നു സമ്പാദി എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി 100-ലധികം വർഷക്കാലമായി പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു സമ്പാദി എന്ന്. ഏതായാലും സീതാന്വേഷണത്തിന് സഹായം ചെയ്യുകയാണ്. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ, നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്കിലർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. എന്തൊരത്ഭുതമാണ്! മഹർഷി പറഞ്ഞതനുസരിച്ച് എൻ്റെ ചിറകുകൾ മുളയ്ക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? വാനരന്മാർ കണ്ടുകൊണ്ട് നിൽക്കവേ സമ്പാദിയുടെ മുമ്പെങ്ങാണ്ട് കരിഞ്ഞുപോയ ചിറകുകൾ വീണ്ടും മുളയ്ക്കുകയാണ്. ഉത്തമ താപസന്മാരുടെ വാക്യം ഒരിക്കലും സത്യമല്ലാതെ വരില്ല. ഇതൊരു സാമാന്യമായ ന്യായമാണ്. കേവലം നിശാകര മഹർഷിയെ സംബന്ധിച്ച് മാത്രമുള്ളതല്ല. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ല. ജീവിതത്തിൽ സത്യധർമ്മങ്ങളെ പാലിച്ചുകൊണ്ട് ഉത്തമ തപസ്സനുഷ്ഠിക്കുന്നവരുടെ വാക്കുകൾ നിശ്ചയമായും ഫലിക്കും. അതൊരിക്കലും വ്യർത്ഥമായി പോവുകയില്ല. ഇതൊരു സാമാന്യ നിയമമാണ്. വാക്കിൻ്റെ വില മനസ്സിലാക്കി വാക്ക് സംയമം ചെയ്യുന്നവരുടെ വാക്കുകൾ അത് സത്യമായേ മതിയാവും. ഏതായാലും ആ അനുഭവം തനിക്ക് വന്നിരിക്കുകയാണ്. ശ്രീരാമദേവൻ്റെ കഥാമൃതത്തേക്കാൾ വലിയ മാഹാത്മ്യമുള്ളത് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ, നിങ്ങൾക്ക് സീതയെ കണ്ടുകിട്ടാൻ സാധിക്കട്ടെ. അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾ പ്രയത്നിച്ചാലും എങ്കിൽ നിശ്ചയമായും സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. ശ്രീരാമനാമം ജപിക്കുന്നവർക്ക് സംസാര മഹാസമുദ്രത്തെ കടക്കാൻ സാധിക്കുന്നു. എന്നിരിക്കെ രാമപത്നിയെ അന്വേഷിച്ച് പുറപ്പെടുന്ന രാമഭക്തന്മാരായ നിങ്ങൾക്ക് ഈ സമുദ്രം കടക്കുന്നതാണോ പ്രയാസം? തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്ന് ആശീർവചനം ചെയ്തുകൊണ്ട് ആകാശമാർഗേണ തൻ്റെ പുതിയ ചിറക് ഉപയോഗിച്ച് പറന്ന് സമ്പാദി അകലുകയാണ്. ഇവിടെ ഒരു സംശയം നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഇത്രയും കാലം സമ്പാദിക്ക് ചിറകില്ലായിരുന്നു, ഇപ്പോഴാകട്ടെ ചിറകുകൾ വന്നു. എന്നിരിക്കെ സീതാന്വേഷണത്തിൽ സമ്പാദിക്ക് പങ്കു ചേർന്നുകൂടായിരുന്നു? ഇത്രയും ശക്തിയുള്ള ചിറകുകൾ കിട്ടിയ സ്ഥിതിക്ക് ലങ്കയിലേക്ക് പറക്കുകയോ അഥവാ സീതാന്വേഷണത്തിന് വാനരന്മാർക്ക് സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്യാമായിരുന്നല്ലോ. ഈ ഒരു സംശയം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ മറുപടി, എല്ലാവരും എല്ലാം ചെയ്യേണ്ടതില്ല. അവനവൻ എന്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് ചെയ്യുക, അതിനപ്പുറത്ത് ചെയ്യേണ്ടതില്ല. തൻ്റെ ചിറകുകൾ കരിഞ്ഞ് ആത്മഹത്യ ചെയ്യുവാൻ പോലും ശേഷിയില്ലാത്തവനായിട്ട് കഴിയുകയായിരുന്നു സമ്പാദി. ആ സമയത്താണ് നിശാകര മഹർഷിയെ വീണ്ടും കാണാനിടയായത്. മഹർഷി സമ്പാദിക്ക് കൊടുത്ത ദൗത്യം ഇത്രമാത്രമാണ്: സീതാന്വേഷണത്തിന് വരുന്ന വാനരന്മാരെ സഹായിക്കുക. ബാക്കിയുള്ളത് അവരുടെ പണിയാണ്, അത് നീ ചെയ്യേണ്ടതല്ല. അപ്പോൾ ഈ ദൗത്യ നിർവഹണത്തോടു കൂടി താൻ കൃതാർത്ഥനായി, തൻ്റെ ദൗത്യം പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ആ ദൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണത്തിലുള്ള സന്തോഷത്തോടു കൂടി
അവിടുന്ന് സമ്പാദി പറന്നകലുകയാണ്. വാൽമീകീയ രാമായണത്തിൽ തൻ്റെ പുതുതായി മുളച്ച ചിറകുകളുടെ ശക്തി ഒന്നറിയുന്നതിനായിക്കൊണ്ട് സമ്പാദി പർവ്വതത്തിൽ നിന്ന് ഉയർന്ന് പറന്നു എന്നാണ് പറയുന്നത്. പറന്ന് ദൂരെ പോയി എന്ന് പറയുന്നില്ല. എന്നാൽ അധ്യാത്മരാമായണത്തിലാകട്ടെ പറന്ന് ദൂരേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. വാൽമീകീയത്തിൽ ആ പർവ്വതത്തിൽ നിന്ന് പറന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ ആ ചോദ്യത്തിന് ഉത്തരം നമ്മളോട് എടുത്തുകൊള്ളാനല്ലേ വാൽമീകി കൽപ്പിച്ചിട്ടുള്ളത്? ചിന്തിക്കുക. ഏതായാലും തൻ്റെ ദൗത്യം നിർവഹിച്ചു, താൻ കൃതാർത്ഥനായി. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ജീവിതത്തിൽ സത്യധർമാദികൾ പാലിച്ച് ഉത്തമ തപസ് അനുഷ്ഠിക്കുന്ന മഹാത്മാക്കളുടെ വാക്കുകൾ പാഴ്വാക്കുകളാകില്ല. ആ വാക്കുകൾ സത്യമായി തീരും. അതാണ് തപസ്സിൻ്റെ ശക്തി. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.